ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ V3 ഫാഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. അതിനായി 4 മെഷർമെൻറ്റ്സിൽ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5, 2.5, 3.5, 4.5. ഇത് ഇപ്പോൾ 3.5 ഇഞ്ച് നീളത്തിൽ വരുന്ന ഒരു റൗണ്ട് ഷേപ്പാണ് കട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ 1.5, 2.5, 3.5 അങ്ങനെ എല്ലാ പീസസും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1.5 ഇഞ്ചിൻ്റെ പീസ് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 1.5 പീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 6 പീസാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു പീസ് എടുക്കാം ഇതുപോലെ. എന്നിട്ട് അത് കറക്റ്റായിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അത് ഒന്നുകൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഇനി നമുക്ക് സൂചി നൂലെടുത്തിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ കുത്തി കൊടുക്കുക. നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരേ അളവിൽ തന്നെ നമുക്കിതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നൂലിലോട്ട് കയറ്റുക. ഇതുപോലെ ചുരുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പെറ്റിലാവും. ഇതുപോലെ വിരലുകൾ കൊണ്ട് അമർത്തി കൊടുക്കുക. അടുത്ത പീസും ചെയ്ത പോലെ തന്നെ ചെയ്യുക. 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. പിന്നീട് ഒരു ഫോൾഡും കൂടി ചെയ്യുക. ആദ്യം ചെയ്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 1.5 ഇഞ്ചിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ആ 1.5 ഇഞ്ച് ഞാൻ 6 പീസസാണ് എടുത്തേക്കണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാം 6 പീസ് വീതം എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം നമ്മുടെ 6 പെറ്റിൽസും ഞാനിതുപോലെ നൂലിൽ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇതുപോലെ ടൈറ്റാക്കുക. എന്നിട്ട് ആ നൂലിൻ്റെ 2 എൻഡും ഇതുപോലെ വലിച്ച് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ആ 2 എൻഡും കൂടി കെട്ടിട്ട് കൊടുക്കാം. നല്ലപോലെ ടൈറ്റായിട്ട് ചെയ്യുക കേട്ടോ. അത് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയും കറക്റ്റ് ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ പെറ്റിൽസിൻ്റെയും സെൻറ്ററിൽ വിരലുകൾ കൊണ്ടൊന്ന് കുഴിച്ചു കൊടുക്കുക. ആ ഫ്ലവർ ഒന്ന് വിടർന്നിരിക്കാൻ വേണ്ടി, എല്ലാ പെറ്റിൽസും ഒന്ന് വിടർന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റുള്ള പീസസും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം നമ്മുടെ കട്ട് ചെയ്ത 4 പീസസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നൊന്നിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുമാതിരി ഒരു സ്റ്റിഫ്, നമ്മുടെ അയൺ സ്റ്റിഫ് ഒരു തുണിയിൽ അയൺ ചെയ്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ഫ്ലവറായ ഇത് 4 ഇഞ്ചിൻ്റെ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതിലിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് തുന്നി കൊടുക്കണമെങ്കിൽ, കൈ കൊണ്ട് തുന്നി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്റ്റിഫ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിലാണെങ്കിൽ പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ബാക്കിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ 2ാമത്തെ സൈസ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് ഇതേമാതിരി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വന്ന രീതിയിൽ, നമ്മുടെ ആദ്യത്തെ ഫ്ലവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വന്ന രീതിയിൽ വെച്ച് കൊടുക്കാം.
തന്നെ നമുക്ക് മൂന്നാമത്തതും ചെയ്യാം. അപ്പോൾ രണ്ടാമത് വെച്ച ഫ്ലവറിൻ്റെ പെറ്റിൽസിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം നമ്മുടെ മൂന്നാമത്തെ ഫ്ലവർ വെക്കേണ്ടത്. നമ്മുടെ ലാസ്റ്റ് ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത എല്ലാ ഫ്ലവേഴ്സ് ഇതുപോലെ ഒന്നിനൊന്നിന് ഉള്ളിലായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഞാൻ ഇതേമാതിരി ഒരു ബീഡ്സിൻ്റെ ബട്ടൺ ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി ഉള്ളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി ഞാൻ 4 ലെയറാണ് ഫ്ലവർ കൊടുത്തേക്കുന്നത്. പിന്നെ പുറകിൽ നമുക്ക് തുന്നി പിടിപ്പിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റിഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇതേമാതിരി സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് അതിന് ഭംഗി കിട്ടാൻ സാധിക്കും. നിങ്ങൾക്ക് സിംഗിളായിട്ട് ചെയ്യണമെങ്കിൽ സിംഗിൾ ലെയറിലാണെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഡ്രസ്സിന് പിടിപ്പിക്കാനും ഹെയർ ബാൻഡിലൊക്കെ പിടിപ്പിച്ച് കൊടുക്കാനായിട്ടും പറ്റും. ഇത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആവും. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.